ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പൊട്ടിച്ച ഹൈഡ്രജൻ ബോംബിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് രാജ്യത്തെ വോട്ടർമാർ. ഹരിയാനയിലെ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഗൂഢാലോചന നടന്നുവെന്നും കേന്ദ്രീകൃത അട്ടിമറിയിൽ 25 ലക്ഷത്തോളം വോട്ടുകൾ കവർന്നു എന്ന രാഹുലിന്റെ വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ബിജെപിയെയും വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. തെളിവുകൾ സഹിതം നടന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി എന്താണ് എന്നായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിലെ ചോദ്യം. കഴിഞ്ഞ ഓഗസ്റ്റിൽ നടന്ന ആദ്യ വാർത്താ സമ്മേളനത്തിനിടയിൽ തന്നെ രാഹുലിനെ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പ് ഇറക്കിയെങ്കിൽ ഇത്തവണ എന്തായിരിക്കും മറുപടി എന്നായിരുന്നു എല്ലാവരുടെയും കൗതുകം. ഇതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അന്തിമ വോട്ടർ പട്ടിക എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും പങ്കിട്ടിരുന്നുവെങ്കിലും ഒരു പാർട്ടിയും എതിർപ്പ് ഉന്നയിച്ചിട്ടില്ല എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. സംസ്ഥാനത്ത് ഇരട്ട വോട്ടർമാരുണ്ട് എന്നാരോപിച്ച് ഒരു പരാതി പോലും ഫയൽ ചെയ്തിട്ടില്ല എന്നും ഹരിയാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നു. തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മുൻപ് മാത്രമാണ് വോട്ടർ പട്ടിക കോൺഗ്രസ് പാർട്ടിക്ക് നൽകുന്നത് എന്ന രാഹുൽ ഗാന്ധിയുടെ അവകാശവാദവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ പട്ടിക പ്രസിദ്ധീകരിക്കുകയും അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുകയും ചെയ്തിരുന്നുവെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നു. വോട്ടർ ലിസ്റ്റ് സംബന്ധിച്ച് ഒരു പരാതിയും വന്നില്ല എന്നും 90 മണ്ഡലങ്ങളിലായി 22 തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പരാതികളാണ് പെൻഡിംഗ് ഉള്ളത് എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ന്യായീകരണം. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ മറുപടി അത്ര തൃപ്തികരമല്ല. കാരണം ഒരു മേൽവിലാസത്തിൽ ബൾക്ക് വോട്ടുകൾ വന്നാൽ അതിനെക്കുറിച്ച് ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തണമെന്ന ഇന്ത്യൻ പ്രാതിനിധ്യ നിയമത്തിൽ വകുപ്പുള്ളതാണ്. അവിടെ നേരിട്ട് പോയി അന്വേഷിക്കണം. അങ്ങനെ ഒരു ഗ്രൗണ്ട് വെരിഫിക്കേഷനും ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിട്ടില്ല. ഇത് മനഃപൂർവ്വം ചെയ്തതാണ് ബിജെപിയെ ജയിപ്പിക്കാൻ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തള്ളിക്കളയാനാകുമോ? കാരണം പൽവിലെ ബിജെപി നേതാവിന്റെ വീട്ടിലെ മേൽവിലാസത്തിൽ 66 വോട്ടുകളാണ് ഉള്ളത്. റായിലെ ചെറിയ വീട്ടിൽ 108 വോട്ടുകളുണ്ട്. ബിജെപി നേതാവിന്റെ 150 നമ്പർ വീട്ടിൽ 66 പേർക്കാണ് വോട്ടുള്ളത്. ഇതൊക്കെ കമ്മീഷൻ പരിശോധിച്ചു. മാത്രമല്ല വീടുള്ളവരെയും 0 എന്ന അഡ്രസ്സിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ബിജെപിയെ സഹായിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൻ തട്ടിപ്പ് തന്നെ നടത്തി എന്നാണല്ലോ ആരോപണം. ആ ആരോപണത്തെ ചെറുക്കാൻ, അല്ലെങ്കിൽ ആ ആരോപണങ്ങളെയെല്ലാം പൊളിക്കാൻ, അതുമല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണ് എന്ന് തെളിയിക്കാൻ എന്തുകൊണ്ടാണ് CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മടിക്കുന്നത്? ഈ ചോദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെള്ളം കുടിപ്പിക്കുന്നതാണ്. അതിലവർ കൃത്യമായി മറുപടി പറയില്ല. ആ CCTV ദൃശ്യങ്ങൾ അവർ പുറത്തുവിടുകയുമില്ല. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും രാഹുലിനെ പൂട്ടാൻ ചാടിയെത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നാണ് മന്ത്രിയുടെയും വാദം. ഓരോ വിദേശയാത്രയ്ക്കും ശേഷമാണത്രേ രാഹുലിന് ഇത്തരം വിവരങ്ങൾ കിട്ടുന്നത്. അത് സംശയാസ്പദമാണ്. രാജ്യത്തെ താറടിച്ച് കാണിക്കുകയാണ് രാഹുൽ. രാജ്യവിരുദ്ധ ശക്തികളുമായി സഹകരിച്ചാണ് രാഹുലിന്റെ പ്രവർത്തനം. ജനങ്ങളെ കാണുകയോ പ്രചാരണത്തിന് ഇറങ്ങുകയോ ചെയ്യാതെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഹുൽ വിദേശത്തേക്ക് പോകുകയാണ്. പിന്നീട് പാർട്ടി തോൽക്കുന്നതിന് കരഞ്ഞിട്ട് കാര്യമില്ല. വോട്ടിങ്ങിൽ തിരിമറി നടന്നുവെന്ന സംശയം ഉണ്ടായിരുന്നുവെങ്കിൽ അന്നേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ കോടതിയെയോ സമീപിക്കുകയായിരുന്നു വേണ്ടത്. പക്ഷേ ഒരിക്കൽ പോലും രാഹുൽ അതിന് തയ്യാറായില്ല എന്നൊക്കെയാണ് പാർലമെന്ററി കാര്യ മന്ത്രി കൂടിയായ കിരൺ റിജിജു പറഞ്ഞത്. എന്നാൽ കിരൺ റിജിജുവിന്റെ ഈ ചോദ്യത്തിന് അത്ര പ്രസക്തിയില്ല. കാരണം വോട്ടർ ലിസ്റ്റ് തന്നത് അവസാന നിമിഷമാണ് എന്ന് രാഹുൽ ഗാന്ധി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞതാണ്. അവസാന നിമിഷം വോട്ടർ ലിസ്റ്റ് കൈമാറിയാൽ പിന്നെ എങ്ങനെയാണ് ഈ 25 ലക്ഷത്തോളം വ്യാജ വോട്ടർമാരെയൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കുക? ഹരിയാനയിലെ പോലെ ഇത് ബീഹാറിൽ നടക്കാൻ പോകുകയാണ് എന്നാണ് രാഹുൽ ഇന്ന് പറഞ്ഞത്. ഇത് തടയാനാകില്ല. വോട്ടർ ലിസ്റ്റ് തന്നത് അവസാന നിമിഷമാണ് എന്നും പറഞ്ഞ രാഹുൽ ഗാന്ധി ബീഹാറിലെ ക്രമക്കേട് സംബന്ധിച്ച വിവരങ്ങളും പുറത്തുവിട്ടിരുന്നു. ബീഹാറിലെ വോട്ടർമാരെ ഹാജരാക്കിയ രാഹുൽ ഗാന്ധി ഒരു കുടുംബത്തിലെ മുഴുവൻ വോട്ടുകൾ ഒഴിവാക്കിയതായും ദിലീപ് യാദവ് എന്ന വികലാംഗനായ വ്യക്തിയെ സംസാരിക്കുന്നതിനും ഹാജരാക്കി. ഇദ്ദേഹത്തിന്റെ വോട്ടടക്കം ഒഴിവാക്കിയെന്നും ഒരു ഗ്രാമത്തിലെ മാത്രം 187 പേരുടെ വോട്ടുകൾ ഒഴിവാക്കിയെന്നും രാഹുൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച വിവരങ്ങളുമായി ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഉറപ്പായും ജനങ്ങൾക്ക് മുന്നിൽ എത്തും. അപേക്ഷ കൊടുത്തതിന് ശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർത്തില്ല. ജനാധിപത്യം തിരികെ കൊണ്ടുവരാൻ യുവജനങ്ങൾക്ക് ശക്തിയുണ്ട് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും സർക്കാരിന് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്നുകൂടി രാഹുൽ പറഞ്ഞു വെക്കുന്നു.
ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ ഒരു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം പോലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരിടത്തല്ല, പല സ്ഥലങ്ങളിൽ, പല ബൂത്തുകളിൽ. പട്ടികയിൽ ഇലക്ഷൻ കമ്മീഷനും BJPയും കൂടി നടത്തിയ തട്ടിപ്പുകളുടെ ഒന്നാം തരം തെളിവാണ് അത്. രാഹുൽ ഗാന്ധി പറഞ്ഞത് അവിടെ തെരഞ്ഞെടുപ്പല്ല നടന്നത്, ഒരു സംഘടിത വോട്ട് കവർച്ചയാണ് എന്നാണ്. അതല്ലേ സത്യം? BJPയെ സഹായിക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും വലിയ തട്ടിപ്പാണ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത് എന്നാണ് ശിവസേന ഉദ്ധവ് നേതാവ് ആദിത്യ താക്കറെയും വ്യക്തമാക്കിയിരിക്കുന്നത്. രാഷ്ട്രീയപരമായി രാഹുലിനോടും കോൺഗ്രസിനോടും ഇന്ത്യ മുന്നണിയോടും അഭിപ്രായ വ്യത്യാസമാവാം. പക്ഷേ ഇത് രാഷ്ട്രീയത്തെയും പ്രത്യയശാസ്ത്രങ്ങളെയും കുറിച്ചല്ല. വോട്ട് ചോരിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ രാഷ്ട്രീയ വീക്ഷണങ്ങൾ പരിഗണിക്കാതെ എല്ലാ ഇന്ത്യക്കാരും കാണേണ്ടതാണ് എന്നാണ് ആദിത്യ താക്കറെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരിക്കുന്നത്. നാളെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടിംഗ് നടക്കാനിരിക്കെയാണ് വോട്ടുകൊള്ള ആരോപണത്തിൽ ആറ്റം ബോംബിന് പിന്നാലെ H-ഫയൽസ് എന്ന പേരിൽ ഹൈഡ്രജൻ ബോംബും രാഹുൽ പൊട്ടിച്ചിരിക്കുന്നത്. ഒരു വോട്ടർ ID-യിൽ ഒരാൾക്ക് ഒരു മണ്ഡലത്തിൽ മാത്രം 100 വോട്ടുകളുണ്ട്. ഒരു ഫോട്ടോ ഉപയോഗിച്ച് 2 പോളിംഗ് ബൂത്തിൽ മാത്രം 223 വോട്ടുകൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് രാഹുൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഹരിയാനയിൽ ആകെ 2 കോടി വോട്ടർമാരാണ് ഉള്ളത്. ഇവിടെ 25 ലക്ഷത്തോളം കള്ളവോട്ടുകൾ ചേർക്കപ്പെട്ടു. അതായത് സംസ്ഥാനത്തെ 8-1 കള്ളവോട്ടാണ് എന്നാണ് രാഹുൽ തെളിവുകൾ സഹിതം വ്യക്തമാക്കിയിരിക്കുന്നത്.